ബിജെപിയിലെ ഫണ്ട് തട്ടിപ്പിൽ ആരോപണ വിധേയായ മുൻ സംസ്ഥാന സെക്രട്ടറി പോലീസിന് പരാതി നൽകിയതിൽ നേതൃത്വത്തിന് അതൃപ്തി. ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ബിജെപി സംസ്ഥാന സെക്രട്ടറി എന്ന പേരിലാണ്. ഫണ്ട് തട്ടിപ്പ് വാർത്തകൾക്കെതിരായ മുൻ സെക്രട്ടറിയുടെ പരാതിയിൽ ക്രിമിനൽ കേസിനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ബിജെപിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയും മറ്റ് രേഖകളും പുറത്തു വന്നതിന് പിന്നാലെ ആരോപണ വിധേയയായ സംസ്ഥാന സെക്രട്ടറി വാർത്തകൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടറിയെയും മേഖലാ സെക്രട്ടറിയെയും സംസ്ഥാന സമിതി അംഗത്തെയും പാർട്ടി ചുമതലകളിൽ നിന്ന് നേരത്തെ നീക്കിയിരുന്നു. 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ, പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിന്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് ബിജെപി മുൻ സംസ്ഥാന സെക്രട്ടറി അഞ്ജന പരാതി നൽകിയിരുന്നു. ചുമതലകളിൽ നിന്ന് നീക്കിയെങ്കിലും ബിജെപി സംസ്ഥാന സെക്രട്ടറി എന്ന പേരിലാണ് അവർ പോലീസിന് പരാതി നൽകിയത്. ഇത് ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. അവരെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ലേ എന്നായിരുന്നു അഞ്ജന പോലീസിൽ പരാതി നൽകിയതറിഞ്ഞപ്പോൾ അവരെ പിന്തുണച്ചിരുന്ന ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത്. അവരെ ചുമതലയിൽ നിന്ന് നീക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചതും അതുകൊണ്ടാണ്. പാർട്ടി അങ്ങനെ ഔദ്യോഗികമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായി കത്ത് രേഖാമൂലം നമ്മുടെ പാർട്ടിയുടെ പേജിൽ എന്നെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല, നടപടി വന്നിട്ടില്ല. ബിജെപിയിലെ ക്രമക്കേടിനെ കുറിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ മുൻ സംസ്ഥാന സെക്രട്ടറി അഞ്ജന നൽകിയ പരാതി കമ്മീഷണർ സൈബർ സെല്ലിന് കൈമാറി. വാർത്തകൾ തന്നെ വ്യക്തിപരമായി അപമാനിക്കാനാണെന്ന് പരാതിയിൽ ഉന്നയിക്കുകയാണ്. എന്നാൽ ബിജെപിയിലെ ക്രമക്കേട് വിശദീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ല ആരോപണ വിധേയയായ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടത്. പരാതി പ്രാഥമികമായി പരിശോധിച്ച പോലീസ് ക്രിമിനൽ കേസിനുള്ള സാധ്യതകൾ കാണുന്നില്ല. സിവിൽ കേസിനുള്ള വിഷയങ്ങളെ ഈ പരാതിയിൽ വിലയിരുത്തുന്നുള്ളൂ. പരാതിക്കൊപ്പം സമർപ്പിച്ച വാർത്താ ക്ലിപ്പുകളിൽ പരാതിക്കാരി വഹിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടറി എന്ന ചുമതലയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അല്ലാതെ സ്ത്രീ എന്ന നിലയിൽ അപമാനിക്കുന്ന കാര്യങ്ങളില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിനാൽ പരാതിക്കാരിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നതിലുള്ള തുടർ നടപടി പോലീസ് ഇപ്പോൾ കാണുന്നില്ല. ബിജെപിയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതി കേരള പോലീസിന്റെ മുന്നിലെത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തില്ല. ഇഡി പോലുള്ള ഏജൻസിയുടെ അന്വേഷണ പരിധിയിലുള്ള വിഷയത്തിൽ കേരള പോലീസിനുള്ള പരിമിതി തന്നെയാണ് കാരണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.